എളുപ്പത്തിൽ 1/2 kg നട്ട് ബബിൾ കേക്ക് തയ്യാറാക്കാം. ആദ്യം 1/2 കപ്പ് മൈദ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യാതെയാണ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഈ അരിച്ചു വെച്ചിട്ടുള്ള മൈദയിലോട്ട് 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. 2 തണുപ്പില്ലാത്ത മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിലോട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് നല്ല സ്റ്റിഫ് ബീക്ക് പോലെ ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല വൈറ്റ് കളറാകുമ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം എഗ് യോക്ക് ഓരോന്ന് വീതം ചേർത്ത് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു വിക്സ് ഉപയോഗിച്ചിട്ട് അരിച്ചു വെച്ചിട്ടുള്ള ബൂസ്റ്റും മൈദയും കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോ അല്ലെങ്കിൽ ഓവൻ സെറ്റപ്പിലോ കേക്ക് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി ഫില്ലിങ് കൊടുക്കാനുള്ള ക്രീം മാറ്റി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും വൈറ്റ് ഗണാഷും കൂടെയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ്ങും ക്രീം കോട്ടിനുള്ള ക്രീമാണ് ഇത്. ശേഷം കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം തേച്ചിട്ട് അതിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഈ ഷുഗർ സിറപ്പിൽ 1 പാക്കറ്റ് ബൂസ്റ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം വെച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്യാം. ഫില്ലിങ്ങിനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബദാം, കാഷ്യനട്ട്, വൈറ്റ് ചോക്കോ ചിപ്സ്, ഡാർക്ക് ചോക്കോ ചിപ്സ്, ബൂസ്റ്റ് എന്നിവയാണ് കേക്കിന് ഫില്ലിങ് കൊടുക്കുന്നത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ശേഷം മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി 1-2 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ബദാമും വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ഗണാഷ് നല്ല തിക്കായിട്ട് ഉണ്ടാക്കുക. വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ബബിൾസ് ചെയ്ത് കൊടുക്കാം. ശേഷം ബൂസ്റ്റ് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചിട്ട് കൊടുക്കാം. നട്ടി ബബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 1 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ അത്ര. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ യൂട്യൂബിൽ വീഡിയോ